ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നല്ല അടിപൊളി ഒരു അവിയലാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ കൊല്ലം സൈഡിലേക്ക് കല്യാണ വീടുകളിൽ വിളമ്പുന്ന അതേ രീതിയിലുള്ള അതേ രുചിയിലുള്ള ഒരു അവിയൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം അവിയലിൽ നുറുക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് കറിവേപ്പില, അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ്, അതായത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. കുറച്ച് ജീരകവും വെളുത്തുള്ളിയും 2 പച്ചമുളകും തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഒത്തിരി അരഞ്ഞു പോവണ്ട. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കടലയാണ് കേട്ടോ. കടലയും അമരപ്പയറും ആദ്യമേ നമ്മൾ വേവിക്കാൻ വെക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് എടുത്ത് നോക്കണം അത് വെന്തിട്ടുണ്ടോ കഷ്ണങ്ങൾ എന്നൊക്കെ. കാരണം നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മളിതിൽ വറവിട്ടെടുക്കണം കേട്ടോ. കടുക് വറുത്ത് ചേർക്കാറുണ്ട്. കടുക് ചേർക്കാറില്ല. പച്ചമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയാണ് കേട്ടോ നമ്മളിതിൽ താളിക്കാൻ വേണ്ടി ചേർക്കുന്നത്. അപ്പോഴേക്കും നമ്മളുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ വേണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ചെറിയുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് താളിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ